മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിനെ വിമർശിക്കുകയാണ് സമസ്ത മുഖപത്രം സുപ്രഭാതം. മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ ആവാത്തത് കോൺഗ്രസിന്റെ കൊള്ളരുതായ്മ എന്നും ജനങ്ങളെ കളിയാക്കരുതെന്നും എഡിറ്റോറിയലിൽ അവർ പറയുകയാണ്. വോട്ടേഴ്സിനെ വിസ്മരിച്ചുള്ള നാടകങ്ങളാണ് ഇപ്പോൾ അരങ്ങുവാഴുന്നതെന്നും കുറ്റപ്പെടുത്തലുണ്ട്. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അജി, ഇത് കോൺഗ്രസിനുള്ള ഒരു വിമർശനം എന്നതിനപ്പുറം ഈ 3 നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിമർശനം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്നവർ കൂടി അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിമർശനമാണല്ലോ ഇത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ പറയുന്നത്? അഷ്മി, പ്രവിത, ഗുഡ് മോർണിംഗ്. സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ കൃത്യമായി തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ എഡിറ്റോറിയൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പലപ്പോഴും രാഷ്ട്രീയ നിലപാടുകളിൽ സമസ്ത എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും ചർച്ചയാവാറുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാൻഡ് വിക്ടറി അവരെ തേടിയെത്തിയിട്ടും ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ അവർക്ക് കഴിയാത്തത് വലിയ അപഹാസ്യമാണ് എന്ന പല തരത്തിലുള്ള ചർച്ചകൾ വന്നിരിക്കുകയാണ്. സമസ്തയുടെ തന്നെ മുഖപത്രമായ സുപ്രഭാതം ഇന്ന് ലേഖനം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അതിൽ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് തന്നെ ജനവിധിയെ അപഹസിക്കരുത്, ജനാധിപത്യത്തിൽ യജമാനന്മാർ ജനങ്ങളാണെന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കേൾക്കുന്ന വ്യാജ പാട്ടോ അധികാര പദവി എന്ന പരകായ പ്രവേശത്തിലേക്കുള്ള വഴി മാത്രമാണ് പലർക്കും ജനങ്ങൾ എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ തലക്കെട്ട് ഈ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനാവാത്തത് കോൺഗ്രസിന്റെ കൊള്ളരായ്മയ്ക്കും ജനങ്ങളെ പരിഹസിക്കരുതും എന്നും ഈ എഡിറ്റോറിയത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നാടകങ്ങളാണ് ഇപ്പോഴും അരങ്ങ് വാഴുന്നത് എന്നാണ് പ്രധാനമായും ഈ എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സമസ്ത എടുത്ത നിലപാടുകൾ പലപ്പോഴും കണ്ടതാണ്. സമസ്തയുടെ രാഷ്ട്രീയ നിലപാടും ചർച്ചയായതാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സമസ്ത ഇത്തരത്തിൽ ഒരു രൂക്ഷ വിമർശനവുമായി സമസ്തയുടെ തന്നെ മുഖപത്രമായ ഈ സുപ്രഭാതം ലേഖനം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വൈകുന്നതിൽ വലിയ തലത്തിലുള്ള അതൃപ്തി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അത് വിവിധ മേഖലകളിൽ നിന്നൊക്കെ തന്നെയും ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എഡിറ്റോറിയൽ ചർച്ചയും ആവുകയാണ് പ്രവിധ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.